ഹലോ ഗൈസ്, ഇപ്പോൾ ന്യൂസിലൊക്കെ ചർച്ച വിഷയമായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് നമ്മുടെ ട്രക്കിങ്ങിന് പോയിട്ട് മിസ്സായ ശരണ്യയുടെ ഇഷ്യൂ. തടിയൻ്റെ മോൾ പീക്ക് എന്ന് പറഞ്ഞ സ്പോട്ടിൽ നിന്നാണ് മിസ്സായത്. ഇവർ 10 പേര് ആണ് ട്രക്കിങ്ങിന് പോയത്. 12 കിലോമീറ്ററോളം ഉള്ളൊരു ചെറിയ ട്രക്കിംഗ് ആണത്. അപ്പോൾ അത് 10 പേര് പോയിട്ട് ഒരാൾ മിസ്സാവണു. ആ മിസ്സായാലുണ്ടായ ചില ഡൗട്ട്സുകൾ ഇപ്പം ഇങ്ങനെ കടന്ന് കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഫോറസ്റ്റ് ആണെങ്കിലും അവിടുത്തെ ലോക്കൽസും എല്ലാവരും കഷ്ടപ്പെട്ടിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നു. ശരണ്യയുടെ ഭാഗത്തു നിന്ന് രക്ഷപ്പെടാനുള്ള യാതൊരു എഫേർട്ടും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലായത്. വളരെ ഹാപ്പിയായി യാതൊരു പ്രശ്നമില്ലാത്ത പോലെയാണ് ശരണ്യ ന്യൂസിനാണെങ്കിലും എല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടായിരിക്കാം? ഇപ്പോൾ 4 ദിവസമൊക്കെ ഒറ്റയ്ക്കൊരു കാട്ടിൽ പകലും രാത്രിയും കഴിയുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അതും നമുക്ക് യാതൊരു പരിചയമില്ലാത്തൊരു സ്പോട്ട്, അമ്മാതിരി അത് വല്ലാത്തൊരു ഫീലാണത്. അപ്പോൾ അത് സർവൈവ് ചെയ്ത് വന്ന ആൾക്ക് മെൻ്റലി യാതൊരു കുഴപ്പങ്ങളും ഇല്ല എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഇങ്ങനെ സാധിക്കുന്നു എന്ന് തോന്നിപ്പോകും. പിന്നെ ഒരുപാട് ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ മൗണ്ടൻ എവറസ്റ്റ് വരെ കയറി വന്ന നമ്മുടെ ഷെയ്ഖ് ഹസൻ ഖാൻ, പുള്ളി ഈ ഇഷ്യൂവിനെ ബേസ് ചില ഡൗട്ടുകൾ ചോദിച്ചു. ഞാൻ എൻ്റെ ഡൗട്ട്സ് റേസ് ചെയ്യാം, ആരെങ്കിലുമൊക്കെ ക്ലിയർ ചെയ്യണം. വേറൊരു സാധനങ്ങളും പുള്ളിക്കാരുടെ ഇല്ല. 1 ലിറ്റർ വെള്ളം മാത്രമേ ഉള്ളൂ. അവിടെ വൈൽഡ് ആനിമൽസ് ഉള്ള ഏരിയ ആണെന്നറിയാം, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയ ആണെന്നറിയാം. രാത്രി ആയി കഴിയുമ്പോഴേ കാടിൻ്റെ ഭാവം മാറും. പലർക്കും അറിയാം, ഭീകരത. എത്ര പേടിയില്ലെന്ന് പറഞ്ഞാലും രാത്രി ഒറ്റയ്ക്ക് നമുക്ക് കാട്ടിനകത്ത് താമസിക്കാൻ വലിയ പേടിയാണ്. ശരണ്യ ഫസ്റ്റ് നൈറ്റ് 6:30 ഏതോ ഒരു അരുവിയുടെ സൈഡിലെത്തി അവിടെ സ്റ്റേ ചെയ്തു. ഇറ്റ്സ് ഓക്കെ, എങ്ങനെയെങ്കിലും സ്റ്റേ ചെയ്തെന്ന് വെക്കാം. നെക്സ്റ്റ് ഡേ എങ്ങനെയായിരിക്കും? ഒരു സർവൈവലിന് വേണ്ടി ശ്രമിക്കുന്ന ആൾ എന്തായിരിക്കും? എങ്ങനെയെങ്കിലും ആളുള്ള സ്ഥലത്ത് എത്താൻ ശ്രമിക്കും. സൗണ്ട് വെച്ചിട്ടോ നേരത്തെ പോയ വഴി കണ്ടുപിടിച്ചിട്ടോ. ശരണ്യ പറഞ്ഞ ഉത്തരവുണ്ട്, എനിക്ക് കാലുവേദനയായിരുന്നു, അതുകൊണ്ട് ആ ദിവസവും ഞാൻ അവിടെ റെസ്റ്റ് ചെയ്തു. ഇത് സുഖവാസ കേന്ദ്രമല്ല, കൊടുങ്കാടാണ്. അപ്പം അവിടെ റെസ്റ്റ് ചെയ്തു ശരണ്യ. നെക്സ്റ്റ് ഡേ ഡ്രോൺ വരുമോ എന്ന് നോക്കിയിരുന്നെന്ന്. ആ ദിവസവും പുള്ളിക്കാരി അവിടെ സ്റ്റേ ചെയ്തെന്നാണ് പറയുന്നത്, കൊടുങ്കാടിനകത്ത്. 3-ാമത്തെ ദിവസം പോകാൻ ശ്രമിച്ചപ്പോൾ മഴ പെയ്തു പോലും, ഡ്രസ്സൊക്കെ വെറ്റായിരുന്നു. അതുകൊണ്ട് പുള്ളിക്കാരി അവിടെ സ്റ്റേ ചെയ്തു. 4-ാമത്തെ ദിവസമാണ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചത്. ഒരിക്കലും ഒരു സർവൈവൽ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളുടെ മൈൻഡ് സെറ്റ് അല്ല ശരണ്യയ്ക്ക്. അതിനകത്ത് എന്തൊക്കെയോ മിസ്സിങ് ഡോട്ട്സ് ഉണ്ട്. അത് നമ്മൾ കണ്ടെത്തണം. കണ്ടെത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം പറയാൻ ഒരാൾക്ക് താല്പര്യമില്ലേ, നമുക്ക് പറയിക്കാനൊന്നും അതിൻ്റെ ആവശ്യമില്ല. ഓരോരുത്തരുടെ പേഴ്സണൽ റീസൺസ് ആണ്. പക്ഷേ ഇത് കണ്ടിരിക്കുന്ന എല്ലാവരും മണ്ടന്മാരാവരുത്. സംഭവം ഒന്ന് ആലോചിക്കുമ്പോൾ സത്യമാണ്. കാരണം എങ്ങനെയായിരിക്കും? കാരണം ശരണ്യ എത്ര 4 ദിവസത്തോളം അവിടെ കഴിഞ്ഞു വന്നു എന്ന് പറയുന്നതിലുള്ള ചില റീസൺസ് നമുക്ക് ആക്സെപ്റ്റബിളായിട്ട് തോന്നില്ല. ഇങ്ങനെയൊക്കെ ഇതൊക്കെ റീസൺ ആണോ എന്ന് തോന്നിപ്പോയി. ഫോണിൽ അറച്ച് കഴിഞ്ഞൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മൾ പെട്ടുപോയി എന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ അങ്ങനെ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നോർമൽ പേഴ്സൺ എന്തായിരിക്കും ചെയ്യുക? രക്ഷപ്പെടാനുള്ള ഒരു ത്വര ഉണ്ടാവില്ല ഉള്ളിൽ. എങ്ങനെ രക്ഷപ്പെടാൻ? എനിക്ക് എങ്ങനെയും ഇവിടുന്ന് പോകണം. കാരണം പരിചയമില്ലാത്ത കൊടും കാടാണ്. പക്ഷേ ശരണ്യ പറയുന്നത് അവിടെ ഒരു അരുവിക്ക് അടുത്ത് നിന്നു, 4 ദിവസത്തോളം അവിടെ സർവൈവ് ചെയ്തു, ഡെയിലി 3 ലിറ്റർ വെള്ളം കുടിക്കുമായിരുന്നു. ഇതൊക്കെ എന്തോ ഒരു മിസ്മാച്ച് തോന്നുന്ന കാര്യം തന്നെയാണ്. കാരണം രക്ഷപ്പെടാനുള്ളൊരു ശ്രമം സ്വയം ചിന്തിച്ചിട്ടില്ല. ഞാനിവിടെ കിടന്ന് മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ എന്നുള്ളൊരു തോട്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരാൾ രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യില്ലേ? അറ്റ്ലീസ്റ്റ് ഒന്ന് നടക്കാനെങ്കിലും ശ്രമിക്കില്ല. യാതൊരു ശ്രമവും ശരണ്യ നടത്തിയിട്ടില്ല. എന്തായാലും ശരണ്യ സേഫായിട്ട് തിരിച്ചെത്തിയല്ലോ, അതന്നെ വലിയ കാര്യം. ട്രക്കിങ്ങിന് പോകുന്നവരെല്ലാം എല്ലാവരും സൂക്ഷിക്കുക. കാരണം ഇപ്പോൾ ശരണ്യയുടെ കേസിൽ ഇങ്ങനെയാണെന്ന് വിചാരിച്ചത് അത്ര സിമ്പിളാണെന്നൊന്നും ആരും വിചാരിക്കരുത്. കാട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ അത് നമുക്ക് മെൻ്റലി ഒരുപാട് ഡിപ്രഷൻ തരും. കാരണം അത് മൈൻഡ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഇപ്പോൾ ഞാനൊരു ഫോറസ്റ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരുപാട് ഫോറസ്റ്റിൽ ഞാനും യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു ഫീലിങ്സ് എന്താണെന്ന്. വഴി തെറ്റി പോവുക, നമ്മൾ ഒറ്റയ്ക്കായി പോവുക എന്നുള്ളൊരു റിയലൈസേഷൻ വരുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത വരും. അത് മെൻ്റലി നല്ലപോലെ എഫക്റ്റ് ചെയ്യുന്ന സംഭവമാണ്. പ്രത്യേകിച്ച് ഒരു കൊടുങ്കാടൊക്കെ ആണെങ്കിൽ പറയാനുമില്ല. സോ ശരണ്യയുടെ ഇഷ്യൂവിൽ ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി വഴിയെ അപ്ഡേറ്റുകൾ ചിലപ്പോൾ ശരണ്യ തന്നെ ന്യൂസിനോടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ പറയുന്നതായിരിക്കാം. ട്രക്കിങ്ങിന് പോയി ഒരു സ്ഥലത്ത് ഒരാൾ പെട്ടുപോയി രക്ഷപ്പെട്ടു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതിൻ്റെ പിന്നിൽ പിന്നീട് ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ചകൾ
അനിവാര്യമാണോ അനാവശ്യമാണോ എന്നൊന്നും അറിയില്ല. അപ്പം എനിക്ക് തോന്നുന്നത് ശരണ്യയ്ക്ക് മേ ബി എന്തെങ്കിലും മെൻ്റലി ട്രോമയോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും വിഷമങ്ങളുണ്ടാവാം. സോ അതിൻ്റെ ഒരു മാനസികാവസ്ഥയിൽ ഒറ്റപ്പെട്ടു, അതുപോലെ എവിടെയെങ്കിലും പെട്ടുപോയി. ഇതിൽ നിന്നുണ്ടാവുന്നൊരു ഭയമൊന്നും ശരണ്യനെ ബാധിക്കുന്നതല്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വന്നതുകൊണ്ടായിരിക്കാം 4 ദിവസം അവിടെ സർവൈവ് ചെയ്യാൻ കഴിഞ്ഞത്. അതാവാം ഇത്ര കൂളായിട്ട് ഇപ്പോൾ സംസാരിക്കാൻ കഴിയുന്നത്. അപ്പം ഇനി ട്രക്കിങ്ങിന് പോകുന്ന എല്ലാവരും സൂക്ഷിക്കുക. ആരും ഇത് കണ്ട് മിസ്സായാൽ സിമ്പിളായിട്ട് തിരിച്ചു വരാം എന്നൊന്നും കരുതരുത്. പെട്ടാൽ കാട്ടത്തെ രാത്രി ഭയങ്കര ഭീകരത തന്നെയാണ്. അത് നമുക്ക് ചിലപ്പോൾ സർവൈവ് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ എല്ലാവരും സേഫായിട്ട് യാത്രകൾ ചെയ്യുക, ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു ഗായ്സ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.